ഈ ലോറി മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഇപ്പൊ കുറെ 5-6 ദിവസമായി. ഇപ്പോഴാണ് മറ്റേ ഡിറ്റക്ടർ കൊണ്ടുവന്നത്, എന്തോ മെറ്റൽ ഡിറ്റക്ടറോ സാധനം പോലെ എന്തോ ആണെന്നറിയത്തില്ല. നേരത്തെ ഇത് മണ്ണിനടിയിൽ എങ്ങാണ്ട് കിടക്കുവാണ് ലോറി എന്ന് പറഞ്ഞ് ഇപ്പൊ പറയാ ആറ്റിലോ അവന്റെ അമ്മയുടെ എങ്ങാണ്ടോ എവിടെയോ ആണെന്നൊക്കെ പറയുന്നു. ഈ ഡിറ്റക്ടർ വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞതെന്ന് ഇവിടെ അല്ല, ആളവിടെ ഇല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ലെന്നൊക്കെ. ഇവനൊക്കെ ആരായി വരുന്നവർ? എനിക്കറിയാൻ വേണ്ടി ഇവിടുത്തെ വല്ല സ്കൂളിലെ പിള്ളേർ വല്ലതാണ് പറഞ്ഞു വിട്ടത്. ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ, ഇതിനു വേണ്ടി സ്പെഷ്യലിസ്റ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് മണ്ണ് മാന്തി കളിക്കുക. മണ്ണ് മാന്തി കളിച്ച് ലാസ്റ്റിൽ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ബോഡി പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്നേ. ഇമാതിരി ഡിറ്റക്ടറും സാധനമൊക്കെ ആയിട്ട് വരുന്ന ടീം ഇത്ര മണ്ടന്മാരാണെങ്കിലും എന്തായിരിക്കും അവസ്ഥയല്ലേ? ഇവർ പറയുന്നത് വലിയ ടാസ്ക് ആണ്. ഇതൊക്കെ വേറെ ഒരു രാജ്യത്താണ് ഇത്ര എടുക്കത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. മനുഷ്യന് ഈ വിലയില്ല ഇവിടെ. ഹ്യൂമൻ വാല്യൂ ഒക്കെ വളരെ കുറഞ്ഞ രാജ്യമല്ലേ. ഇവിടെ ആണ് ജനസംഖ്യ കൂടുതലാണ്, മാത്രമല്ല ഡ്രൈവറാണ്. അവർ വന്ന് ഡ്രൈവർ വീട്ടിൽ പോയാൽ എന്താണെന്ന് ചോദിക്കുന്നത്? അത് ശരിയല്ലേ? ഇവിടെ ആണ് 1 കോടി ഡ്രൈവർമാരെ കിട്ടും. 1 കോടി അല്ല, 170 കോടിക്കകത്ത് 70 കോടി ഡ്രൈവർമാരെ കണ്ടെത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരാവശ്യത്തിന് എന്താ പറയാ, അപ്പൊ അങ്ങനെ ഡ്രൈവറുടെ ജീവനൊന്നും വലിയ വിലയില്ല. ഇവിടെ പിച്ചക്കാരൊക്കെ എല്ലാ ദിവസവും ചുമ്മാ വണ്ടിയൊക്കെ ഇടിച്ച് മരിച്ചാൽ ഇവർ നോക്കത്തൊന്നുമില്ലെന്നേ, ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ആശുപത്രി പോയി വയ്യാണ്ട് കിടക്കുന്ന ഒരു പൈസ ഇല്ലാത്തവനോ വല്ലതും ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ പോലെ കിട്ടത്തുള്ളൂ. അപ്പോഴാ മണ്ണിനടി പോയത്. എന്നാലും ഭയങ്കരമായി പോയിട്ട് ഒരു മനുഷ്യന് വിലയില്ലാത്തൊരു രാജ്യം ഇത്രയും ദിവസം എടുത്തപ്പോൾ ഇതൊക്കെ അല്ലേ ഒരു അവസരമായിട്ട് എടുക്കണ്ടേ ഷൈൻ ചെയ്യാൻ. അല്ലാതെ ചുമ്മാ ഇവിടെ കിടന്നുകൊണ്ട് വളി എന്ന് പറഞ്ഞവൻ്റെ ഡോർ ചവിട്ടി പൊളിക്കുന്ന പോലീസ്, കാറിനകത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് വെള്ളം നിറച്ചെന്ന് പറഞ്ഞപ്പോൾ ലൈസൻസ് കട്ട് ചെയ്ത ആജീവനാന്തം നിനക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ കോടതിയും MVDയും എന്തല്ലേ അതിനൊക്കെ കാണിക്കുന്ന ആ ഒരു ആവേശം എന്തുകൊണ്ട് ഇവിടെ ഇല്ല? ആവേശം സിനിമ കാണുമായിരിക്കും. എന്താണേലും ഇങ്ങനെ ചെയ്യുന്ന ഇതിനകത്ത് കണ്ടില്ല, കോമഡി കണ്ടല്ലോ അല്ലേ? ഈ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, ഭയങ്കരമായ ചെക്കിങ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുത്തന്നെ അപകടത്തിൽപ്പെട്ടപ്പോൾ അതൊന്നും ഞങ്ങളുടെ പണിയല്ലെന്ന്. ഞങ്ങൾക്ക് അങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന പണി ഇതൊക്കെയാണ്. ഞങ്ങൾ ഇങ്ങനെ മറ്റേ വളിയതൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് യൂട്യൂബർമാരൊക്കെ പിടിക്കാൻ ഞങ്ങൾ ഭയങ്കര മിടുക്കന്മാരാകുന്ന അവിടെയൊക്കെയാണ് കഥയൊക്കെ ചവിട്ടി പൊളിച്ച് കളയും. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതേസമയം ആവശ്യമുള്ളിടത്ത് വരുമ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുള്ള പണി അറിയത്തില്ലെന്ന്. എന്താണെന്നറിയത്തില്ല, റെസ്ക്യൂ ഓപ്പറേഷൻ അറിയത്തില്ല. ഒരു നാട് വെള്ളത്തിൽ വീണ് മുങ്ങിച്ചത്തപ്പോൾ ഓട ക്ലീൻ ചെയ്യാൻ ഇറങ്ങി ഒരു പാവപ്പെട്ടവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഡെഡ് ബോഡി കിട്ടി ഭാഗ്യത്തിന്. അതും കിട്ടത്തില്ല. ഇവന്മാർ തപ്പിയാൽ അതും കിട്ടത്തില്ല. ഒന്നാലോചിക്കുക, ഇവരൊക്കെ എന്തോ പഠിച്ചത്, ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് കയറിയത്? ഈ പിൻവാതിൽ നിയമനം ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു പ്രവർത്തനം കേട്ടോ. ഈ പറഞ്ഞ ഈ രാജ്യം മൊത്തം, കേരളത്തിന്റെ കേസല്ല, ഇവിടെ ഇപ്പോൾ കർണാടകത്തിലാണ് നടന്നത്, കേരളത്തിലാണ് ഒലത്തിയാനൊക്കെ പറയുന്നുണ്ട്. അതും കണക്കായിരിക്കും. അല്ലേ പിന്നെ ആദ്യം തന്നെ മിലിറ്ററിയുടെ സപ്പോർട്ട് എടുക്കണം. അവരാണ് ആദ്യം വരുന്നതെങ്കിൽ അവർ ആദ്യം ഒന്ന് പരാജയപ്പെടും, ചിലപ്പോൾ പിന്നെ അടുത്ത സാധനം വരും, പെട്ടെന്ന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. ഇവിടെ ഇപ്പോൾ പരാജയമാണെന്ന് മനസ്സിലായത് തന്നെ 4 ദിവസം കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഇല്ലെന്ന്. അപ്പോൾ ഇത് ഇത്രയും ദിവസം ഈ തപ്പിയവന്മാർ എന്തായിരിക്കും തപ്പിയത്? ഇമാർ വല്ല ഇട്ടൂലി വല്ലതും കളിക്കുന്ന ആ ഒരു ഇതെങ്കിലും ചെയ്യണ്ടേ? ചൂടെന്നൊക്കെ പറയുന്ന സാധനങ്ങളും വേണ്ടേ? ഈ വന്ന കാലത്ത് മാർസിലോട്ടൊക്കെ കയറ്റി വിട്ടല്ലോ. ചന്ദ്രയാനോ ഏതാണ്ട് ഭയങ്കര പരിപാടി നടത്തിയത്. ഇന്ത്യ ചന്ദ്രയാൻ എന്താണ്ട് ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് മാർസിലോട്ട് വണ്ടി വിട്ടിട്ട് അവിടോട്ട് ഇപ്പോൾ അല്ല മൂണിലോട്ടൊക്കെ പോകാനോ അല്ല ചന്ദ്രയാൻ യാത്ര നടത്താനായിട്ട് ചന്ദ്രയാനും പോട്ടെ ഈ എന്തോ മാർസിലോട്ട് പോകാനായിട്ട് സന്തോഷ് ജോർജ് അങ്ങനെ ടിക്കറ്റ് എടുത്തിരിക്കുക. ആദ്യത്തെ വണ്ടിയിൽ അയാൾ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. അതാ ഇന്ത്യ. അവിടെ ഇതിനുള്ള എക്യുപ്മെന്റ് ഇല്ലാതാണ് ഇമാർ റോക്കറ്റ് വിടുന്നത്. അതാണ് ഇമാരെല്ലാം കൂടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിടുന്നതിന് മുമ്പ് പോട്ടെ അല്ലേ ദൈവമെങ്കിലും പൊക്കി എടുത്തോണ്ട് പോട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. ഈ രാജ്യത്ത് എന്തോ ഇല്ലാത്ത സകല പരിപാടിയുണ്ട്. ഇത്രയും വലിയ കോടികൾ മുടക്കി ഒരു കല്യാണം നടത്തുന്നുണ്ട്. അതൊരു ആർഭാടമൊന്നുമല്ല, അത് വെറുതെ അതൊന്നും ആർഭാടമൊന്നുമല്ല. പക്ഷെ ഇവിടെ കണ്ടില്ലേ എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കോണേ. പാവപ്പെട്ടവൻ അവിടെ ശ്വാസം കിട്ടാതെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ട് തീരുമാനം എടുത്താൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തേനെ. പക്ഷേ ശ്വാസം മുട്ടിയുള്ള ഒരു പരിചയം ഇല്ലാത്തത് കൊണ്ടാവാം നമുക്ക് ആർക്കും എന്താ പറയുക ഇതിനോട് അത്ര താല്പര്യം തോന്നാഞ്ഞത്. ഇല്ലാന്നേൽ കാണാമായിരുന്നു. പക്ഷെ ആസിഫ് അലി സപ്പോർട്ട് ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം.